നമസ്കാരം. ടെക്കി യാത്രയുടെ പുതിയൊരു ബ്ലോഗിലേക്ക് അല്ലെങ്കിൽ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സാധാരണ പറയുന്ന ഒരു യൂട്യൂബിൻ്റെ ഒരു ടിപ്സാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. യൂട്യൂബിൽ പുതിയതായിട്ട് വന്ന മാറ്റങ്ങൾ പലർക്കും ചിലപ്പോൾ യൂട്യൂബ് ചാനൽ നഷ്ടപ്പെട്ടേക്കാവുന്ന രീതിയിലാണ് പുതിയ പുതിയ മാറ്റങ്ങൾ വരുന്നത്. ചിലപ്പോൾ ഒരൊറ്റ കാര്യം നമ്മൾ ചെയ്യുന്ന ഒരൊറ്റ കാര്യം യൂട്യൂബിൽ ചെയ്യുന്ന എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് മതി ചാനലിൽ ഡീബാറാവുകയും ചാനൽ നഷ്ടപ്പെട്ടു പോകാൻ. ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ യൂട്യൂബേഴ്സ് കാണുന്ന ഒരുപാട് പേരുണ്ടാവും. അവർക്ക് പെട്ടെന്നൊരു പാനിക് ആകുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. അൾട്ടേഡ് കണ്ടൻറ്റ് എന്ന് പറഞ്ഞത് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അൾട്ടേഡ് കണ്ടൻറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ പുതിയതായിട്ട് ഇപ്പോൾ യൂട്യൂബിൽ വന്നിട്ടുണ്ട്. അതിനെപ്പറ്റിയാണ് ഞാൻ പറയുന്നത്. എന്താണ് അൾട്ടേഡ് കണ്ടൻറ്റ്? അൾട്ടേഡ് കണ്ടൻറ്റ് നിങ്ങൾ യെസ് കൊടുക്കണോ നോ കൊടുക്കണോ എന്ന് പലർക്കും അറിയത്തില്ല. അപ്പോൾ പലരും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇങ്ങനൊരു കൺഫ്യൂഷൻ നിൽക്കും. നമ്മൾ എന്ത് കൊടുക്കും, നമ്മൾ ചെയ്യുന്നതെല്ലാം തെറ്റാണോ, നമ്മളിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ റീച്ചിനെ ബാധിക്കുമോ, അങ്ങനെ പലർക്കും പല സംശയങ്ങളുണ്ട്. അപ്പോൾ അൾട്ടേഡ് കണ്ടൻറ്റ് എന്നാന്ന് അവർ യൂട്യൂബ് പറയുന്നതിനെ പറ്റി നമുക്ക് നോക്കാം. ഉള്ളടക്കത്തിലെ എഡിറ്റിംഗ് ജനറേഷൻ ടൂളുകൾ, അതായത് AI സാങ്കേതിക വിദ്യയോ അല്ലെങ്കിൽ നമ്മുടെ ഫേസ് കാണിക്കാതെ, റിയലായിട്ട് നമ്മുടെ ഫേസ് കാണിക്കാത്ത വീഡിയോകൾ, നമ്മുടെ കണ്ടൻറ്റ് അല്ലാത്ത വീഡിയോ, ഉദാഹരണത്തിന് മറ്റുള്ളവരുടെ വീഡിയോ കോപ്പി ചെയ്തിടുക, അതിൽ നമ്മുടേതായിട്ട് ഒന്നും സൃഷ്ടിക്കാത്ത വീഡിയോ ആണെങ്കിൽ അതെല്ലാം അൾട്ടേഡ് കണ്ടൻറ്റിൽ പെടും. ഉള്ളടക്കം എഡിറ്റിങ്ങോ ജനറേഷൻ ടൂളുകളെയോ സൃഷ്ടാക്കളുടെ നൂതനവും ഉത്തരവാദിത്വപരമാവുകയോ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത്. അതായത് ഒറിജിനൽ നിങ്ങളുടെ സൃഷ്ടിയാണെങ്കിൽ മാത്രമേ യൂട്യൂബിന് അത് ഇനി മുതൽ അതിന് വേണ്ട രീതിയിലുള്ള റീച്ച് പോലും നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ അൾട്ടേഡ് കണ്ടന്റ്, നിങ്ങളുടെ സൃഷ്ടി അല്ലെങ്കിൽ നിങ്ങൾ അൾട്ടേഡ് കണ്ടന്റ് എന്നുള്ള യെസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. നിങ്ങളുടെ സ്വന്തം അല്ലെങ്കിൽ യെസ് എന്ന് കൊടുക്കുക. നിങ്ങളുടെ സ്വന്തം കണ്ടൻറ്റാണ്, നിങ്ങൾ ഫേസ് ഉപയോഗിച്ചാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ വ്യക്തിത്വം, നിങ്ങൾ തന്നെ വീഡിയോ ചെയ്യുന്നതാണ്. നിങ്ങളുടെ ഫേസ് കാണിച്ച് നിങ്ങൾ തന്നെ വീഡിയോ ചെയ്യുന്നതിനെയാണ് നോ എന്ന് പറഞ്ഞു കൊടുക്കുക. അതുപോലെ ഇതിൽ പറയുന്ന കാര്യങ്ങൾ കുറച്ച് വായിച്ച് കേൾപ്പിക്കാം. ഒരു യഥാർത്ഥ വ്യക്തി അവർ ചെയ്യാത്ത എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാൻ തോന്നിപ്പിക്കുക. ഒരു യഥാർത്ഥ സംഭവിച്ച സ്ഥലത്തിൻ്റെ ഫുട്ടേജ് മാറ്റുന്നു. യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന റിയാലിറ്റി സൃഷ്ടിക്കുന്നു. നമ്മൾ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പരുത്താവുന്ന വീഡിയോകളൊക്കെ ഒരുപാടുണ്ട് അല്ലേ. ആടിനെ പട്ടിയാക്കുന്നതൊക്കെ ഈ അൾട്ടേഡ് കണ്ടന്റിൽ പെടുന്നതാണ്. നമുക്ക് തെറ്റിദ്ധരിപ്പിച്ചുള്ള വാർത്തകൾ എന്ന് പറഞ്ഞതുപോലെ തെറ്റിദ്ധരിപ്പിച്ചുണ്ടാക്കുന്ന വീഡിയോകൾ, തെറ്റിദ്ധരിപ്പിച്ചുണ്ടാക്കുന്ന മറ്റുള്ളവരുടെ കണ്ടന്റ് മോഷ്ടിച്ചോ മറ്റുള്ളവരുടെ സൃഷ്ടികൾ മോഷ്ടിച്ച് കാണിക്കുന്നതിനൊക്കെ ഇതിൽപ്പെടും. പൂർണ്ണമായ ഭാഗ്യമാറ്റം വരുത്തി അല്ലെങ്കിൽ വീഡിയോ അല്ലെങ്കിൽ ഇമേജ് സൃഷ്ടികൾ അല്ലെങ്കിൽ എഡിറ്റ് ടൂളുകൾ ഉപയോഗിച്ച് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു, എല്ലാം ഇതിൽപ്പെടുന്നു. പൂർണ്ണമായ ഭാഗ്യവും എല്ലാ സംഭവങ്ങളും ഇതിൽപ്പെടുന്നു. നമ്മുടേതല്ലാത്ത, അത് വോയിസ് ആയാലും പിക്ചർ ആയാലും എല്ലാം ഈ അൾട്ടേഡ് കണ്ടന്റിൽ പെടുന്നു. അപ്പോൾ നമ്മൾ അൾട്ടേഡ് കണ്ടന്റാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നെങ്കിൽ യെസ് എന്ന് കൊടുക്കുക. അടുത്തതായിട്ടുള്ളത് പറഞ്ഞുതരാം. അപ്പം സൃഷ്ടാക്കളുടെ വെളിപ്പെടുത്തൽ ബ്യൂട്ടി ഫിൽറ്റർ ഉപയോഗിക്കുന്നു. സൃഷ്ടാക്കളുടെ വെളിപ്പെടുത്താൻ ആവശ്യമാണ്. ഒരു വ്യക്തിയുടെ മുഖം മറ്റൊരാളുടെ മുഖത്തിന് പകരം വയ്ക്കുന്ന രീതിയിലായി ഉള്ളടക്കം സൃഷ്ടിക്കുകയും പറ്റും. അതായത് ഇപ്പോൾ AI സാങ്കേതിക വിദ്യ വന്നു. അപ്പോൾ അതുപയോഗിച്ച് മറ്റൊരാളുടെ മുഖം വെച്ചൊക്കെ നമുക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. വേറൊരാളുടെ സിനിമാ നടൻ്റെ മുഖമോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ത്രീകളുടെ മുഖമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇല്ലാത്തൊരു ഒറിജിനൽ അല്ലാത്തൊരു മുഖം വരെ നമുക്ക് ഉണ്ടാക്കി വീഡിയോ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ വീഡിയോസിനല്ല യെസ് കൊടുക്കണം. അതുപോലെ തന്നെ ചലിക്കുന്ന കാറിന് അനുകരിക്കാൻ ഒരു ബാക്ക്ഡ്രോപ്പ് കൃത്യമായി സൃഷ്ടിക്കുകയോ വിപുലീകരിക്കുകയോ ചെയ്യുന്നു. യഥാർത്ഥ സിനിമയിൽ ഇല്ലാത്തൊരു സെലിബ്രിറ്റി ഉൾപ്പെടുത്താൻ ഒരു പ്രശസ്ത കാർ ചേസിംഗ് ഡിജിറ്റലായി ഉണ്ടാക്കുന്നു. ഡിജിറ്റലായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന മുഖമില്ലാത്ത ഒറിജിനൽ മനുഷ്യൻ വീഡിയോ ചെയ്യാത്ത ഏതൊരു കണ്ടന്റിനെയും നമുക്ക് അൾട്ടേഡ് കണ്ടന്റ് എന്ന് വിളിക്കാം. അതിൻ്റെ നിർവചനം അതാണ്. നമ്മുടേതല്ലാത്ത കണ്ടന്റുകളെല്ലാം അൾട്ടേഡ് കണ്ടന്റുകളായിട്ടും നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ചെയ്തേ പറ്റുള്ളൂ. പുതിയ മാറ്റങ്ങളാണ് ഇതിൽ വന്നിരിക്കുന്നത്. പ്രൊഫഷണൽ യഥാർത്ഥത്തിൽ ആരും ആ ഉപദേശം നൽകാത്തപ്പോൾ ഒരു മെഡിക്കൽ പ്രൊഫഷണൽ ഉപദേശം നൽകി ഇതുപോലെ തോന്നിപ്പിക്കുന്ന ഓഡിയോ അനുകരിക്കുക. അതായത് തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള വീഡിയോ നമ്മൾ കൊടുക്കുന്നത് അത് തെറ്റാണ്. ഒരു വീഡിയോയിൽ മിസൈലിൻ്റെ ജനറേഷൻ എന്ന് ഉപയോഗിക്കും. അതായത് നമ്മളിപ്പോൾ AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചു അല്ലെങ്കിൽ നമ്മൾ
ഒരു ഗെയിമിംഗ് ആപ്പുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഗെയിമിങ് ചെയ്യുന്ന ആളുകൾ കാർട്ടൂണൊക്കെ അതേപടി ചെയ്യും. ഉദാഹരണത്തിന് ഷിരൂരിൽ വണ്ടി മറിഞ്ഞതിനെ പറ്റി റിപ്പോർട്ട് ചെയ്യും. അങ്ങനെ മറ്റ് ചാനലുകളൊക്കെ വ്യത്യസ്തമായിട്ട് അവർ സ്വന്തം ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ ഗെയിമിംഗ് ആളുകൾ അത് കൃത്യമായി 3D ആയിട്ട് വിഷ്വൽസ് ക്രിയേറ്റ് ചെയ്തു. ആ വിഷ്വൽസ് ക്രിയേറ്റ് ചെയ്ത് അത് ചെയ്തു. അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ആൾട്ടേഡ് കണ്ടൻറ്റാണ്, നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതിൽ ചെയ്യുന്നത് തെറ്റായ കാര്യമാണ്. അതുകൊണ്ടാണ് പറയുന്നത് ആൾട്ടേഡ് കണ്ടൻ്റ് ആണെങ്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് ഇസ് കൊടുക്കുക. ഈ പറഞ്ഞ സംവിധാനത്തിലുള്ള വീഡിയോകളാണ് ആൾട്ടേഡ് കണ്ടൻറ്റ്, ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ പെടുന്ന വീഡിയോ ആണെങ്കിൽ നിങ്ങൾ അതിന് ഇസ് കൊടുക്കുക. കാരണം ഇപ്പോൾ ഒത്തിരി മാറ്റം വന്ന ഇതാണ് അല്ലേ, ഒത്തിരി മാറ്റങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അപ്പം യൂട്യൂബിൽ ഒരുമിച്ച് വളരുകയും നമുക്ക് ഒരുമിച്ച് മുന്നേറുകയും ചെയ്യാം. യൂട്യൂബിലെ മാറ്റങ്ങൾക്കനുസൃതമായി നമ്മൾ അവർ പറയുന്ന നിയമങ്ങളനുസരിച്ച് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുക. ഈ പറഞ്ഞ പോലെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ സ്വന്തം കണ്ടൻ്റ് അല്ലെങ്കിൽ യെസ് എന്നും, നമ്മുടെ സ്വന്തം കണ്ടൻ്റ് ആണെങ്കിൽ നോ എന്ന് കൊടുക്കുക. അപ്പോൾ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.